ഇത് ഖുർആനല്ല, തബ്ദീലിൽ കലിമാത്തില്ല. തെമ്മാടിയായിട്ട് നടന്നവനാണോ? ഹക്കില്ല, ബാത്തിലില്ല, ഹറാമ് മാത്രം ചെയ്തിട്ട് ജീവിച്ചവനാണ്. നിസ്കാരമില്ല, നോമ്പില്ല, ഇവിടെ വെച്ച് കുറിച്ചു വെച്ചു. ഇനി നമ്മൾ തമ്മിൽ കണ്ടില്ലേലും കുഴപ്പമില്ല. എന്റെ പൊന്നു മക്കളെ, നിന്റെ മക്കളെ നീ മക്കളെ ഓർത്തിട്ടാണ് നിന്റെ നിസ്കാരം കളാക്കിയതെങ്കിൽ, പെങ്ങളെ മക്കൾക്ക് വേണ്ടിയാ നിസ്കാരം കളാക്കിയെങ്കിൽ അതിന്റെ പേര് നാളെ ഈ രണ്ട് മക്കളെ എടുത്തിട്ട് ഖുർആൻ സൂറത്തുൽ മആരിജ്, ഖുർആൻ സൂറത്ത്, ഞാൻ വെറുതെ പറഞ്ഞാൽ ഞാൻ ഖുർആൻ അല്ലാതെ പറഞ്ഞ് ഞാൻ പറഞ്ഞു കഴിയോ? നമുക്ക് കഴിയോ? നമ്മുടെ മക്കളെ തീയിലേക്ക് ഇടാൻ പറ്റുമോ? അങ്ങനെ ഒരു ദിവസം വരുന്നുണ്ട്. സൂക്ഷിച്ചു, നന്നായിട്ട് ജീവിക്കും, മാന്യമായിട്ട് ജീവിക്കും, മനസ്സ് നന്നാക്കി, നാവ് നന്നാക്കി, ശരീരം നന്നാക്കി, ജീവിതം നന്നാക്കി. അള്ളാഹുവിനാക്കി തരട്ടെ, അള്ളാഹുവിനാക്കി തരട്ടെ, അള്ളാഹുവിനാക്കി തരട്ടെ. മക്കളെ മാത്രമല്ല, രണ്ട് മക്കളെ പിടിക്കുമ്പോ ആ സമയത്താണ് അവൻ നോക്കുമ്പോ അവന്റെ പ്രിയപ്പെട്ട ഭാര്യ മുമ്പിൽ നിൽക്കുകയാ. അവന്റെ കിടപ്പറയുടെ പങ്കാളി, അവന്റെ മക്കളെ പ്രസവിച്ച ഭാര്യ. ആ ഭാര്യയുടെ കൈ പിടിച്ചിട്ട് പറയും, അല്ലാഹുവേ, എന്റെ ഭാര്യനെ നരകത്തിലോട്ട് വലിച്ചെറിയാം, എന്റെ ഭർത്താവിനെ നരകത്തിലേക്ക് വലിച്ചെറിയാം, എന്നാലും എന്നെ നീ നരകത്തിലേക്ക് വിടല്ലേ അല്ലാ. എന്തിനേറെ നൊന്ത് പ്രസവിച്ച ഉമ്മയെ മുമ്പിൽ കാണും. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് തളർന്നു പോയ എന്റെ ഉമ്മ, എന്റെ ഉമ്മേനെ നരകത്തിലിടാമല്ലാഹുവേ, എന്നാലും എന്നെ നീടല്ലേ അല്ലാ എന്ന് കിടന്ന് നിലവിളിക്കുന്ന ദിവസമാണ്. ദുർമാർഗികളായ ആളുകൾ, ദുനിയാവിന് വേണ്ടി ജീവിച്ച ആളുകൾ, അവരാ പരലോകത്ത് കിടന്ന് വല്ലാതെ പൊട്ടിക്കരയുമ്പോ ആ സമയത്താണ് ആ ദിവസം യാതൊരുവിധ വേവരാടിയില്ല. ഇവിടെ നിന്നോ ഒരു വിഭാഗം മലക്കുകൾ വരുന്നു. അവരൊരു വിഭാഗം ആളുകളോട് പറയും, നിങ്ങൾക്ക് ആർക്കും ദേഷ്യമില്ല, നിങ്ങൾ ദുഃഖിക്കണ്ട, നിങ്ങൾ പ്രയാസപ്പെടണ്ട, അതായോമുക്കുമില്ലടി കുന്തും തോഴതോ. അല്ലാഹു നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത ദിവസമായിട്ട് നിങ്ങൾക്ക് പേടി വേണ്ട, നിങ്ങൾ ആരെയും ഭയക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ ഭാര്യയോടൊത്ത്, നിങ്ങളുടെ മക്കളോടൊത്ത് നിങ്ങൾ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് പോയിക്കൊള്ളുക എന്ന് പറയപ്പെടും. അവരാരെന്നറിയോ? അവരാണ് ശഹീദു ഫീ സബീലില്ലാഹ്, പടച്ചറപ്പിന്റെ മാർഗത്തിൽ ഷഹീദായവർ, അള്ളാന്റെ മാർഗത്തിൽ രക്തസാക്ഷിയായവർ, അള്ളാന്റെ മാർഗത്തിൽ രക്തസാക്ഷിയായവർ. സഹോദരങ്ങള്, അവരാരാന്നറിയോ? അവര് മക്കളെ നരകത്തിലേക്ക് എറിയേണ്ടി വരില്ല, അവര് ഭാര്യയെ നരകത്തിലേക്ക് എറിയേണ്ടി വരില്ല. അവരാരെന്നറിയോ? അവര് ഭാര്യയെയും മക്കളെയും വിട്ടിട്ട് അള്ളാന്റെ ദീനിന് വേണ്ടി രക്തസാക്ഷികളായ പോയവരാ. മണിയറയുടെ ആദ്യ രാത്രിയിൽ കിടക്കുമ്പോ പ്രിയപ്പെട്ട മണവാട്ടിയോട് ചേർന്നുരിഞ്ഞ് കിടക്കുമ്പോ, പ്രിയപ്പെട്ട മണവാട്ടിയോട് ചേർന്ന് കിടക്കുമ്പോ ആദ്യത്തെ മണിമറയിൽ ശരീരം പങ്കിട്ട് അതിന്റെ തളർച്ചയിൽ ആരസ്യത്തില് പുതുമണവാട്ടിയെ കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോഴാ പെട്ടെന്ന് ഉഹദിന്റെ രണാങ്കണത്തിൽ നിന്ന് വിളി കേൾക്കുന്നത്, അല്ലാഹുവിന്റെ റസൂലിന്റെ പല്ല് ശഹീദായി പോയി. മണവാട്ടിയെ, ശരീരത്തിന്റെ ചൂരും പകർന്നു കിടക്കുന്ന മണവാട്ടിയെ സ്വന്തം ശരീരത്തിൽ നിന്ന് മാറ്റിയിട്ട്, എവിടെ ഉടവാള് വിട്, എന്റെ ഉടവാള് വിട്, എന്റെ ഉടവാള് വിട്, മൂർച്ചയുള്ള പടവാളെടുത്ത് പ്രിയപ്പെട്ട മണവാട്ടിയെ ചേർത്ത് പിടിച്ചിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് മണിയറയിൽ നിന്ന് പടക്കളത്തിലോട്ട് ഇറങ്ങി. 70 വെട്ടുകളെ ഉഹദിന്റെ രണാങ്കണത്തിൽ ശഹീദായി ബഹുമാനപ്പെട്ട സയ്യിദുനാ ഹംസ. മണിയറയുടെ ആദ്യ രാത്രിയിൽ മണവാട്ടിയോട് പറഞ്ഞ് സുഖിക്കേണ്ടത് ഇവിടെയല്ല, ഊരിപ്പിടിച്ച വാളുമായി ഉഹദിന്റെ രണാങ്കണത്തിൽ 70 കഷണങ്ങളായി വെട്ടിമുറിക്കപ്പെട്ട സയ്യിദുനാ ഹംസ. എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഈ ചരിത്രത്തിന്റെ മറുഭാഗമുണ്ട്. സ്വന്തം ഭർത്താവ് മണിയറയുടെ ആദ്യ രാത്രിയിൽ ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ സ്വപ്നം കതിരിട്ട രാത്രി. ആ രാത്രിയിൽ പാതിരാ സമയത്ത് എഴുന്നേറ്റിട്ട് ഭർത്താവ് പറയുക, ഉടവാളെടുക്ക്,
ഞാൻ അള്ളാന്റെ ദീനിന് പോരാടട്ടെ എന്ന് പറയുമ്പോ കൂട്ടവാളെടുത്ത് ഭർത്താവിന്റെ കയ്യിൽ കൊടുത്തിട്ട് പോയി വാ, ഇൻഷാ അല്ലാഹ് വിധിയുണ്ടെങ്കിൽ അള്ളാന്റെ സ്വർഗത്തിൽ കാണാമെന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട ഭാര്യ 70 കഷണങ്ങളായി വെട്ടിമുറിക്കപ്പെട്ടു. ഉഹദിന്റെ രണാങ്കണത്തില് സഹോദരങ്ങളെ, ഉഹദ് യുദ്ധം കഴിഞ്ഞു. അള്ളാഹുവിന്റെ റസൂല് ഷഹീദുകളെ മയ്യത്തടക്കാൻ പോകുമ്പോ 70 കഷണങ്ങളായി വെട്ടിമുറിക്കപ്പെട്ട മയ്യത്ത് കിടക്കുകയാ. സഹാബത്ത് പോയി കഫൻ പൊതിയാൻ പോകുമ്പോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, വേണ്ട സഹാബ, അത് ഹംദലയാണ്. ഹംദലയുടെ മയ്യത്ത് കുളിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. യാ റസൂലല്ലാഹ്, ഷഹീദിന്റെ മയ്യത്ത് കുളിപ്പിക്കണ്ടല്ലോ നബിയെ, കുളിപ്പിക്കണ്ടല്ലോ നബിയെ. ആ സമയത്താണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്, ഹംദല ഭാര്യയുടെ കൂടെ കിടപ്പറ പങ്കിട്ട് അശുദ്ധിയിലായിരുന്നു. ആ അവസ്ഥയിലാണ് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഷഹീദായത്. ആ ഹംദലയുടെ മയ്യത്ത് മലക്കുകൾ കുളിപ്പിക്കുകയാണെന്ന് പറഞ്ഞു സയ്യിദുനാ റസൂലുള്ളാഹ്. പൊന്നു ചെറുപ്പക്കാരാ, മലക്കുകളെ മയ്യത്ത് കുളിപ്പിക്കാമെന്ന മഹാമനുഷ്യനാരാ? ആ മനുഷ്യനാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായ രക്തസാക്ഷി. നാളെ രക്തസാക്ഷി കൊടുക്കുന്ന 4ാമത്തെ അനുഗ്രഹം വയഉമനുഹുമിനൽ ഫസഇൽ അക്ബർ. പരലോകത്ത് ഒരു പ്രശ്നവും ഇല്ല, നേരെ സ്വർഗത്തിലേക്ക്. നേരെ സ്വർഗത്തിലേക്ക്. അള്ളാഹു നമ്മളെ നേരിട്ട് സ്വർഗത്തിലാക്കട്ടെ. അള്ളാഹുവിനെ ആക്കി തരട്ടെ. അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. അള്ളാഹു നമ്മളെ ആ രീതിയിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല, 2 എണ്ണം കൂടെ പറയണ്ടേ? സമയായോ? നല്ല ആള് നിങ്ങളുടെ വാദം പറഞ്ഞാൽ തീരെ, എന്റെ വാദം തീരൂലേ? അള്ളാഹു നമ്മളെ നല്ല ജീവിതത്തിൽ ഉറപ്പിച്ചു നിർത്തട്ടെ. അതുകൊണ്ട് പൊന്നു സഹോദരങ്ങളെ, നല്ല രീതിയിൽ ജീവിക്കണം, നല്ല ഭാഗത്ത് നിലയുറപ്പിക്കണം, നല്ലത് പറയണം, നല്ലത് ചെയ്യണം, നല്ലത് പ്രവർത്തിക്കണം, നന്മ മാത്രമേ പറയാം. അള്ളാഹു നമ്മളെ അക്കൂട്ടത്തിൽ പെടുത്തട്ടെ. ഉറക്കാമീൻ പറയും മനുഷ്യന്മാരെ, ഉറക്കാമീൻ പറയും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു രക്തസാക്ഷിയോട് പറയും, രക്തസാക്ഷി അതൊരു വല്ലാത്ത വിഷയമാണ്. ആരാ രക്തസാക്ഷി? ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ചെഗുവേരയെ പോലെയല്ല, സദ്ദാമിനെ പോലെയല്ല, പോൾക്കോട്ടിനെ പോലെയല്ല, ഭഗത് സിംഗിനെ പോലെയല്ല, വക്കം അബ്ദുൽ ഖാദറിനെ പോലെയല്ല, കുഞ്ഞനന്ദൻ നായരെ പോലെയല്ല, സുഭാഷ് ചന്ദ്രബോസിനെ പോലെയല്ല. ആരാ രക്തസാക്ഷി? ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു. ലോകത്ത് ധാരാളം ആളുകളെ ചെഗുവേരയുടെ ഫോട്ടോയായിട്ട് നടക്കണവരുണ്ട്. യഥാർത്ഥത്തിൽ ചെഗുവേര ആരാന്ന് ഇന്നലെ ഞാൻ പറഞ്ഞപ്പോഴാണ് പലർക്കും മനസ്സിലായത്. എന്റെ പൊന്ന സഹോദരങ്ങളെ, സുഭാഷ് ചന്ദ്രബോസ്, ഭഗത് സിംഗ്, ലോകത്ത് വലിയ വലിയ നെപ്പോളിയൻ. ആരാ നെപ്പോളിയൻ? നെപ്പോളിയന്റെ ചെവിയുടെ പുറകിൽ പോയിട്ട് ബോംബ് പൊട്ടിച്ചപ്പോൾ നെപ്പോളിയൻ തിരിഞ്ഞു നോക്കൂല, അത്രയ്ക്ക് വലിയ ധൈര്യശാലിയാണ്. പക്ഷെ ആ നെപ്പോളിയന് പൂച്ചയെ പേടിയ. അയാളുടെ ചരിത്രത്തിൽ കാണും, അത്ര വലിയ ധൈര്യശാലി നെപ്പോളിയൻ, എന്നാലും നെപ്പോളിയന് പൂച്ചയെ പേടിയ. അതങ്ങനെയാണ്. ചില ആളുകൾ ചെറിയ സാധനത്തിനെ പറ്റി കഴിയും, ചില ആളുകൾ സർവ്വ ആളുകളെയും പറപ്പിക്കും. ആരുടെ വേണ്ട വീട്ടിൽ പോയ ഭാര്യയെ പേടിയ. നാട്ടിലല്ലാത്ത ഏത് എസ് ഐ നാട് പറപ്പിക്കും? എസ് ഐയെ പറപ്പിക്കുന്ന ഒറ്റയാളുണ്ട്, എസ് ഐയുടെ ഭാര്യ. അവിടെ പോകുമ്പോൾ ഇതെല്ലാം ആവും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രം പഠിക്കണം. ഒരു സഹാബി, ചെഗുവേര ആരാ? സേനാധിപതി തിരിഞ്ഞു നിന്നിട്ട് വെടിവെച്ചു എന്നാണ്. പക്ഷെ അതിനേക്കാൾ വലിയ ധൈര്യം കാണിച്ചു ആര്? ചരിത്രം പഠിക്കണം. The winners don't do different things, they do things differently എന്ന് ശിവക്കേരയുടെ പ്രശസ്തമായ വാക്യമുണ്ട്. ശിവക്കേരയുടെ ഒരു പുസ്തകമുണ്ട്, യു ക്യാൻ വിൻ, നിനക്ക് ജയിക്കാൻ കഴിയും. മനഃശാസ്ത്രപരമായ കുറെ നിർദ്ദേശങ്ങളിൽ ലോക പ്രശസ്തനായ ശിവക്കേര പറയുന്ന പുസ്തകമാണ് യു ക്യാൻ വിൻ. അതിൽ ശിവക്കേര പറയുന്നുണ്ട്, വിജയിക്കുന്നവനാരാ? The winners don't do different things, they do things differently. വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യുന്നവനല്ല വിജയി, കാര്യങ്ങൾ വ്യത്യസ്തമായി ചെയ്യുന്നവനാണ് വിജയി. ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു, സയ്യിദ് ഇബ്നു ജുബൈർ
റളിയല്ലാഹു തആല അൻഹുവിനെ ഹജ്ജാജ് ബിൻ യൂസുഫ് പിടിച്ചുകൊണ്ടുവന്നു. സഹാബിയ ഹജ്ജാജ് ബിൻ യൂസുഫ് ലോകം കണ്ട ഏറ്റവും വലിയ അക്രമിയായ ഭരണാധികാരി. ആയിരക്കണക്കിന് സഹാബത്തിന്റെ ചോര കൊണ്ട് കൈകഴുകിയ ഹജ്ജാജ് ബിൻ യൂസുഫ് സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹുവിനെ പിടിച്ചുകൊണ്ടുപോകും. എന്നിട്ട് ഹജ്ജാജ് ബിൻ യൂസുഫ് സഈദ് ബിൻ ജുബൈറിനോട് പറഞ്ഞു അലി റളിയല്ലാഹു തആല അൻഹുവിനെ തല്ലി പറയാൻ. ആ സമയത്ത് സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു തആല അൻഹു ഹജ്ജാജ് ബിൻ യൂസുഫിന്റെ ഊരി പിടിച്ച വാൾ തന്റെ കഴുത്തിലോട്ട് ചേർന്ന് നിൽക്കുമ്പോ ആ സമയത്ത് സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു ഇല്ല ഇല്ല, അല്ലാഹുവിന്റെ റസൂൽ കിരീടം കൊടുത്ത് അലിയെ തല്ലി പറയാനോ? പറയില്ല ഹജ്ജാജ്, നാളെ പരലോകത്ത് നിനക്കെതിരെ സാക്ഷി നിൽക്കുമെന്ന് പറഞ്ഞപ്പോ ഹജ്ജാജ് ബിൻ യൂസുഫിന് തല വെട്ടുക സഈദ് ബിൻ ജുബൈറിന്റെ കൊലമരത്തിലേക്ക് പോവുകയാ. കഴുമരത്തിലോട്ട് കിടന്നു പോവുകയാ. സഹോദരങ്ങളെ, കഴുമരത്തിലോട്ട് കൊണ്ടുപോകുമ്പോ പുഞ്ചിരിച്ചുകൊണ്ട് കടന്നുപോയ സഹാബി അമേരിക്കയുടെ കഴുമരത്തിലേക്ക് സാമ്രാജ്യത്വം മുഴുവനെ തകർക്കുന്ന പുഞ്ചിരിയുമായി കടന്നുപോയി ഇറാഖിന്റെ മുത്ത് സദ്ദാം ഹുസൈനേക്കാൾ വലിയ ചരിത്ര പുരുഷനായി സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു കടന്നു പോകുമ്പോ ആ സമയത്താണ് സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹുവിനെ കഴുമരത്തിലേക്ക് കൊണ്ടുപോവുകയാ. കഴുമരത്തിലേക്ക് കൊലക്കേറിടുമ്പോ പടിഞ്ഞാറോട്ട് തിരിഞ്ഞു നിന്നിട്ട് തീരെ രക്തസാക്ഷി പറഞ്ഞതെന്താണെന്നറിയോ? രക്തസാക്ഷി പറഞ്ഞതെന്താ? ഭഗത് സിംഗിനെ തൂക്കിലേറ്റുമ്പോ ഇന്ത്യ രാജ്യം ജയ് ഹിന്ദുസ്ഥാൻ എന്നാണ് പറഞ്ഞതെങ്കിൽ കുഞ്ഞനെന്തായിരുന്ന ഹിന്ദുസ്ഥാന് വേണ്ടിയാണെങ്കിൽ കൊലക്കേറ് തന്റെ മുമ്പിലോട്ട് വരുമ്പോ പടിഞ്ഞാറോട്ട് തിരിഞ്ഞു നിന്നിട്ട് ഇന്നീ വജ്ജഹത്തു വജ്ഹിയല്ലദീ ഫതറ സമാവാതി വൽ അർദ ഹനീഫ മുസ്ലിമാ വമാ അന മിനൽ മുശ്രികീൻ പടിഞ്ഞാറോട്ട് തിരിച്ചു തന്ന് കഴുമരത്തിലോട്ട് കയറുമ്പോ ധൈര്യം കണ്ടപ്പോ ഹജ്ജാജ് ബിൻ യൂസുഫിന് വല്ലാത്ത ദേഷ്യമായി. പടിഞ്ഞാറോട്ട് തിരിച്ചുകൊണ്ട് കൊലക്കേറിലോട്ട് പോയ സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹുവിനെ കിഴക്കോട്ട് തിരിച്ചു നിർത്തി ഹജ്ജാജ് ബിൻ യൂസുഫ്. കിഴക്കോട്ട് തിരിച്ചു നിർത്തുമ്പോ